വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സയൻസ് ആണ്. 10ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും അതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയും SCERT റിവിഷൻ ചെയ്യാത്തവർക്കും ക്ലാസ്സുകൾ പഠിച്ചു തുടങ്ങാത്തവർക്കായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആവർത്തിച്ച് വരുന്ന SCERT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞില്ലേ, മണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് പറയുന്നത് നമുക്കറിയാലോ, ഫിസിക്സിലൊരു ഭാഗങ്ങളിൽ നമ്മൾ സിലബസിൽ പറയുന്നുണ്ട് സൗരയൂഥവും അതിൻ്റെ സവിശേഷതകളെന്ന് പറയുന്ന ഒരു ഭാഗം അല്ലേ. ആ ഒരു ടോപ്പിക്ക് വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അതുപോലെ തന്നെ കാലാവസ്ഥ, മരുഭൂമി, അങ്ങനത്തെ കാലാവസ്ഥ സവിശേഷതകളെ കുറിച്ചിട്ടും ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് കേട്ടോ. രാത്രിയിലെ ആകാശ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. രാത്രിയിലെ മനോഹരമായ ആകാശ കാഴ്ചകൾ പകൽ നമുക്ക് ദൃശ്യമാകാത്തത് കൊണ്ടാണ് സൂര്യൻ കാരണം അല്ലേ. സൂര്യൻ്റെ സാന്നിധ്യമാണ് ഇതിന് കാരണമെന്ന് മനസ്സിലായല്ലോ. സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്? സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നക്ഷത്രമാണ് അല്ലേ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഇതാണ്, സൂര്യനാണ്. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണ്? സൂര്യനാണ്. സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുണ്ട്. സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇതാണ്, സൂര്യനാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായി കാണുന്നില്ലേ. എന്തുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായിട്ട് കാണപ്പെടുന്നത്? ഭൂമിയിൽ നിന്നും വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചെറുതായിട്ട് തോന്നാൻ കാരണം എന്താണ്? ഭയങ്കര അകലമുള്ള കാരണമാണ് അല്ലേ. അതുപോലെ തന്നെ എന്താണ്? സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങൾ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്, നക്ഷത്രങ്ങളാണ്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നുണ്ട്. നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ്? താപവും പ്രകാശവും പുറത്തുവിടുന്നുണ്ട്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗാലക്സികൾ എന്ന് വെച്ചാൽ എന്താണ്? നക്ഷത്രങ്ങളും അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളെയാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഭൂമിയിൽ നിന്നും വളരെ അകലെ സ്ഥിതി ചെയ്തത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായിട്ട് കാണപ്പെടുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങൾ എന്തെന്ന് വിളിക്കുന്നു? നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്? നക്ഷത്രമാണ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യനാണ്. സ്വയം കത്തുന്ന ആകാശഗോളങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? നക്ഷത്രങ്ങളാണ്. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നുണ്ട്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കൂട്ടങ്ങളെയാണ് എന്ന് പറയുന്നത് ഗാലക്സികൾ എന്ന് പറയുന്നത്. ഇനി നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ്? നക്ഷത്രങ്ങളിൽ നിന്നും നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതിന് കാരണം എന്താണ്? സയൻസിലൊരു ചാപ്റ്റർ ഉണ്ട് അല്ലേ, കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. വേട്ടക്കാരൻ, സപ്തർഷികൾ എന്ന് പറയുന്ന കുറച്ച് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് കൂടി പോയി കാണാം കേട്ടോ. അപ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ്? നക്ഷത്രങ്ങളിൽ നിന്നും നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ദിശാവ്യതിയാനത്തിന് കാരണമാകുകയാണ് അല്ലേ. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഇതിൽ സൂര്യൻ ഉണ്ട് അല്ലേ. സൂര്യനെ കൂടാതെ എന്തൊക്കെയാണുള്ളത്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, അതുപോലെ തന്നെ എന്താണ്, ക്ഷുദ്രഗ്രഹങ്ങളുണ്ട്, ചന്ദ്രനുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? കുള്ളൻ ഗ്രഹങ്ങളെ കാണുന്നുണ്ട്, വാൽ നക്ഷത്രങ്ങളെ കാണുന്നുണ്ട് അല്ലേ. വാൽ നക്ഷത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് സൂര്യനെ അല്ലാതെ തന്നെ എന്തുണ്ട്? മറ്റ് ആകാശഗോളങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇതിലെ ഭൂമി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രഹമാണ്. അപ്പോൾ എന്താണ് ഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? നാം അധിവസിക്കുന്ന ആകാശഗോളം ഏതാണ്? നാം അധിവസിക്കുന്ന ഏതാണ്? ആകാശഗോളം ഭൂമിയാണ് അല്ലേ. ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ എന്താണ് ഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെയാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്.
സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ സ്വയം കറങ്ങുക, അതുപോലെ തന്നെ സൂര്യനെ വലം വയ്ക്കുക അല്ലേ. സ്വയം കറങ്ങുന്നതിനോടൊപ്പം തന്നെ സൂര്യനെ കൂടി വലം വയ്ക്കുകയും ചെയ്യുന്നവയാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ ഒന്നും പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല. നക്ഷത്രങ്ങൾക്ക് നമ്മൾ പറഞ്ഞില്ലേ ചൂടും താപം അതുപോലെ തന്നെ പ്രകാശവും പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്നാൽ ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശമൊന്നും പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. ഗ്രഹങ്ങൾക്ക് ചൂട് ലഭിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. ഇനി ഏതൊക്കെ ഗ്രഹങ്ങളാണുള്ളത് നോക്കി നോക്കിയും. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ ഏതാണ് ബുധനാണ് അല്ലേ. ബുധനാണ്. നമുക്ക് നോക്കി നോക്കി ഒരു പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം സൂര്യന് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് ബുധനാണ്. അപ്പോൾ ഏതൊക്കെ ഗ്രഹങ്ങളുണ്ട്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രഹങ്ങളാണുള്ളത് അല്ലേ. എത്ര എണ്ണമുണ്ട്? 8 ഗ്രഹങ്ങളാണുള്ളത്. ഇതിൽ ബുധൻ എന്ന് പറയുന്നത് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. ശുക്രൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനെയാണ്. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനെയാണ്. ഇനി ഭൂമി എന്ന് വെച്ചാൽ എന്താണ്? ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. ഇനി ചൊവ്വ എന്ന് വെച്ചാൽ എന്താണ്? ചുവന്ന ഗ്രഹമാണ്. ചുവന്ന ഗ്രഹം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ചൊവ്വയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? ബുധൻ എന്ന് വെച്ചാൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ശുക്രൻ എന്ന് വെച്ചാൽ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം. ഭൂമി ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം. ചൊവ്വ എന്താണ്? ചുവന്ന ഗ്രഹം. ഇനി വ്യാഴം എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും വലിയ ഗ്രഹം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം. ശനി എന്ന് വെച്ചാൽ എന്താണ്? വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ശരിയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വ്യാഴത്തിനാണ് ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറഞ്ഞു. ഇനി അതിന് 2ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ശനിയാണ്. യുറാനസ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? യുറാനസ് ആണ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹം. നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് എന്താണ്? സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നെപ്റ്റ്യൂൺ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബുധൻ എന്ന് വെച്ചാൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ശുക്രൻ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഭൂമി എന്ന് വെച്ചാൽ ജീവൻ നിലനിൽക്കുന്ന ഗ്രഹം. ചുവന്ന ഗ്രഹം. പിന്നെന്താണ്? വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം. ശനി എന്ന് വെച്ചാൽ 2ാമത്തെ വലിയ ഗ്രഹം. യുറാനസ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹം. നെപ്റ്റ്യൂൺ ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ക്ലിയർ ആയല്ലോ? സൂര്യനെയും അതിനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളുടെയും ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നമ്മൾ കണ്ടു അല്ലേ. ഗ്രഹങ്ങൾ മാത്രമാണോ സൂര്യനെ വലം വയ്ക്കുന്നത്? അല്ല അല്ലേ. ഗ്രഹങ്ങളെ കൂടാതെ എന്തൊക്കെയുണ്ട്? നമുക്ക് ഈ പിക്ചറിൽ നോക്കാൻ എന്തൊക്കെ കാണാം? ക്ഷുദ്രഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താണ്? കുള്ളൻ ഗ്രഹങ്ങളുണ്ട്. ക്ഷുദ്രഗ്രഹങ്ങളും അതുപോലെ തന്നെ കുള്ളൻ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കാണപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ഗ്രഹങ്ങളെ കൂടാതെ കുള്ളൻ ഗ്രഹങ്ങളെയും ക്ഷുദ്രഗ്രഹങ്ങളെയും കണ്ടില്ലേ. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, അതുപോലെ തന്നെ കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. അപ്പോൾ സൗരയൂഥത്തിൽ എന്തൊക്കെയുണ്ട്? ഗ്രഹങ്ങളുണ്ട്. അതിനെ ചുറ്റുന്ന 8 സൂര്യനുണ്ട്. അതുപോലെ തന്നെ സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളുണ്ട്. അവയുടെ ഉപഗ്രഹങ്ങളുണ്ട്. കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവയെല്ലാം കൂടിയിട്ടാണ് എന്ന് പറയുന്നത് സൗരയൂഥം എന്ന് പറയുന്നത്. ഇനി സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? സൂര്യനാണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഏതാണ്? സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഏതാണ്? സൂര്യനാണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് ആരാണ്? നിക്കോളസ് കോപ്പർനിക്കസ് ആണ് കേട്ടോ. കോപ്പർനിക്കസ് ആണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളസ് കോപ്പർനിക്കസ് ആണ്. ഇദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് പറഞ്ഞത് ആരാണ്? കോപ്പർനിക്കസ് ആണ്. നിക്കോളസ് കോപ്പർനിക്കസ് ആണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ എന്ന് പറയുന്നത്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി കേട്ടോ. ഗാലക്സി എന്ന് പറയുമ്പോൾ എന്താണ്? സൗരയൂഥം കൂടി വരും. അങ്ങനെയുള്ള ഇതിനെയാണെന്ന് പറയുന്നത് ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ അല്ലെങ്കിൽ ആകാശഗംഗ, മിൽക്കി വേ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഗാലക്സിനെയാണ് ക്ഷീരപഥം അല്ലാന്നുണ്ടെങ്കിൽ ആകാശഗംഗ എന്ന് പറയുന്നത്. അതിൽ കുറേ നക്ഷത്രങ്ങളുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് ഗാലക്സികളിലെ കുറേ ഗാലക്സികൾ കൂടി ചേർന്നിട്ടാണ്
എന്തുണ്ടാക്കുന്നത്? പ്രപഞ്ചം ഉണ്ടാക്കുന്നത്, യൂണിവേഴ്സ് ഉണ്ടാക്കുന്നത്. ഇനി എന്താണ് വാൽനക്ഷത്രങ്ങൾ? വാൽനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് സൗരയൂഥത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് വാൽനക്ഷത്രങ്ങൾ? സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ധൂമകേതുക്കൾ. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. അപ്പോൾ പാറ, പൊടി, ഹിമം എന്നിവയൊക്കെ ചേർന്നിട്ടാണ് ഈ വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാല് സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നുണ്ട്. അത് കാരണമാണ് വാൽനക്ഷത്രങ്ങൾ ഇടയ്ക്ക് മിന്നുന്നതായിട്ട് തോന്നുന്നത്. എന്ത് കാരണമാണ്? സൂര്യനോടടുക്കുമ്പോൾ സൂര്യൻ്റെ പ്രകാശം തട്ടിയിട്ടാണ് ഈ വാൽനക്ഷത്രങ്ങൾ തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇനി എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളെയാണ് ക്ഷുദ്രഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആസ്റ്ററോയിഡ് എന്ന് പറയുന്നത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലെയുള്ള ശിലാകഷ്ണങ്ങളെയാണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാളും ചെറിയ ഗ്രഹങ്ങൾ അത് ഗോളാകൃതിയിലുള്ളതായിരിക്കും. അതിനെയാണെന്ന് പറയുന്നത് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രഹം തന്നെയാണ്, പക്ഷെ എന്താണ് പറയുന്നത്? ചെറിയ ഗ്രഹങ്ങളാണ് അല്ലേ? മറ്റേ ഗ്രഹങ്ങളെക്കാളും മെയിനായിട്ടുള്ള ഗ്രഹങ്ങളെക്കാളും ഭയങ്കര ചെറിയ ഗ്രഹങ്ങളാണ്, ഗോളാകൃതിയുള്ള വസ്തുക്കളെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഉൽക്കകൾ എന്ന് വെച്ചാൽ എന്താണ്? ഉൽക്കകൾ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റു ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളെയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. നല്ല സ്പീഡിൽ പോകുന്നതിലെ ഇതിനെയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളെയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. രാത്രി സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായിട്ടാണ് ആകാശത്ത് കാണപ്പെടുന്നത്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരും. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ കൊള്ളിമീൻ എന്നൊക്കെ അറിയപ്പെടുന്ന എന്തിനെയാണ്? ഉൽക്കകളെയാണ്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നുണ്ട്. അപ്പോൾ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളെയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെയാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു സൂര്യന് ചുറ്റും കറങ്ങുന്നതാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഈ ഗ്രഹങ്ങളെ ചുറ്റുന്നതാണ് ഈ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെയാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപഗ്രഹമാണ്. ഇനി നക്ഷത്രമാസം എന്ന് വെച്ചാൽ എന്താണ്? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരും. ഇതിനെയാണ് ഒരു നക്ഷത്രമാസം എന്ന് പറയുന്നത്. അപ്പോൾ നക്ഷത്രമാസം എന്ന് വെച്ചാൽ എന്താണ്? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കുവാൻ ഏകദേശം 27.3 ദിവസമാണ് വേണ്ടി വരുന്നത്. ഇതിനെയാണ് ഒരു നക്ഷത്രമാസം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ സൗരയൂഥത്തിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. സൗരയൂഥത്തിൻ്റെ ചിത്രത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപാത കാണിച്ചിട്ടുണ്ട് അല്ലേ? സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണം എന്ന് പറയുന്നത്. ഭ്രമണപഥം എന്ന് വെച്ചാൽ എന്താണ്? സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാത അല്ലേ? ഈ സഞ്ചാരപാതയെയാണ് ഭ്രമണപഥം എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ദീർഘവൃത്താകൃതിയാണ്. അതുപോലെ ഭ്രമണപഥത്തിലൂടെയാണ് വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്ന ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്ന എന്താണ്? ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. അപ്പോൾ സൂര്യനെ വലം വയ്ക്കുന്നത് മാത്രമല്ല ഗ്രഹങ്ങൾ ചെയ്യുന്നത്,
സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ഓർബിറ്റ് അല്ലെങ്കിൽ ഭ്രമണപഥം എന്ന് വെച്ചാൽ സൗരയൂഥത്തിൻ്റെ ചിത്രത്തിലെ ഈ സഞ്ചാരപാതയിൽ ഈ സഞ്ചാരപാതയാണ് എന്ന് പറയുന്നത് ഓർബിറ്റ് എന്ന് പറയുന്നത്. അതായത് ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഈ ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഈ ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്ന ഈ ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങൾ എന്താണ് ചെയ്യുന്നുണ്ട്? സ്വയം തിരിയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ആകാശഗോളത്തെക്കുറിച്ച് പഠിക്കാം. നമ്മുടെ ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്ക് നോക്കി കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ആരാണ് പറഞ്ഞത്? സുനിത വില്യംസ് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ബഹിരാകാശം എന്ന് വെച്ചാൽ എന്താണ്? ബഹിരാകാശം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണത്തിനായിട്ടും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. അപ്പോൾ ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത പഠനങ്ങൾക്കും പര്യവേഷണത്തിനൊക്കെ ഈ ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം ഏതാണ്? ഭൂമിയാണ് സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത്. ഭൂമിക്ക് സദൃശ്യമായ ഒരു ഗോളാകൃതിയുണ്ട്. ഒരു ഗോളാകൃതിയാണുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാ ഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണിത്. ഇതിനെയാണെന്ന് പറയുന്നത് ജിയോയിഡ് എന്ന് പറയുന്നത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാ ഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. ജിയോയിഡ് എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ജിയോയിഡ് എന്നാൽ എന്താണ്? ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. അപ്പോൾ സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയുണ്ട്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാ ഭാഗം ചെറുതായിട്ട് വീർത്തതുമായ ഗോളാകൃതിയാണ് ജിയോയിഡ് എന്ന് പറയുന്ന ആകൃതി പറയുന്നത്. ജിയോയിഡ് എന്ന് വെച്ചാൽ ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. അപ്പോൾ ആരാണ് പറഞ്ഞത്? ആര്യഭടൻ അല്ലേ. ആര്യഭടൻ എന്നാണ് വിശ്വസിച്ചിരുന്നത്? ഭൂമിക്ക് ഗോളാകൃതിയാണ്, സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. പിൽക്കാലത്ത് മഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്രയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത്. അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നാണ് ആര്യഭടനാണെങ്കിലും അതുപോലെ തന്നെ തെയിൽസും പൈതഗോറസും അരിസ്റ്റോട്ടിലൊക്കെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആരാണ് പറഞ്ഞത്? മഗല്ലൻ ലോകം ചുറ്റിയുള്ള യാത്രയിലൂടെ കണ്ടെത്തിയ ഭൂമി ഉരുണ്ടതാണെന്ന്. ബഹിരാകാശത്ത് നിന്നെടുത്ത ഭൂമിയുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. ബഹുമിയുടെ ചിത്രങ്ങളിൽ എന്താണ്? ഭൂമി നീലഗോളമായിട്ടാണ് അല്ലേ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നീല കളറായിട്ട് ഭൂമി കാണപ്പെടുന്നതിന് കാരണം എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 71% ജലമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 71% ജലമാണ്. അതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായിട്ട് കാണപ്പെടുന്നത്. 71% ജലമായതിനാലാണ് ബഹിരാകാശത്ത് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായിട്ട് കാണുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. അപ്പോൾ ഭൂമിയുടെ ഒന്ന് നീല കളറാണെന്ന് പറഞ്ഞു അല്ലേ. അതല്ലാണ് പറയുന്നത് എന്താണ്? ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത എന്താണ്? ഭൂമിയുടെ അന്തരീക്ഷമാണ്. അപ്പോൾ അന്തരീക്ഷം എന്ന് പറയുന്നത് ഇതിലാണ്, ഭൂമിയിലാണ് അന്തരീക്ഷമുള്ള ഒരു ഗ്രഹം എന്ന് പറയുന്നത്. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പിനെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവയൊക്കെ ഈ അന്തരീക്ഷത്തിലുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ചിട്ട് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഭൂമിയുടെ ചലനങ്ങൾ നമുക്ക് നോക്കാം. ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. മറ്റേ പകുതിയിൽ എന്താണ്? ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് നമ്മൾ പറഞ്ഞു ഗോളാകൃതിയാണെന്നല്ലേ. അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതിയായ കാരണം ഒരു ഭാഗത്ത് സൂര്യപ്രകാശമാണെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് എന്താണ്? ഇരുട്ടായിരിക്കും. കാരണം എന്താണ്? ഭൂമി ഗോളാകൃതിയാണ്, ഒരു ഭാഗം മാത്രമാണ് സൂര്യന് അഭിമുഖമായിട്ട് വരുന്നത്. അത് കാരണമാണ് ഭൂമിയിൽ ഒരു ഭാഗത്ത് പകുതി മാത്രം സൂര്യപ്രകാശം ലഭിക്കുന്നത്, പകുതി ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. സൂര്യനെ അഭിമുഖമായി വരുന്ന ഭൂമിയുടെ
മേലേ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ എന്ത് അനുഭവപ്പെടും? പകൽ അനുഭവപ്പെടും അല്ലേ. നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ അഭിമുഖമായിട്ട് സൂര്യൻ വരാണ്. ഈ സൂര്യൻ വരുന്ന ഭാഗമാണ് പകലായിട്ട് അനുഭവപ്പെടുന്നത്. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ അവിടെ എന്താണ്? രാത്രിയാണ്. അവിടെ സൂര്യപ്രകാശം എത്തുന്നില്ല. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് അല്ലേ. ഭൂമി ഇങ്ങനെ കറങ്ങുന്ന കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ പല എല്ലാ സ്ഥലങ്ങളിലേക്കും എന്ത് ലഭിക്കുന്നത്? എല്ലാ സ്ഥലങ്ങളിലേക്കും ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത്. ഭൂമി അതിനെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭ്രമണം എന്ന് വെച്ചാൽ എന്താണ്? ഭൂമി അതിനെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഭൂമി നൽകിയിട്ടുണ്ട്. ഈ പകൽ നമുക്ക് പറഞ്ഞു പകൽ അനുഭവപ്പെടുന്നത് സൂര്യപ്രകാശം അഭിമുഖമായിട്ട് വരുന്നത് കാരണമാണെന്ന് പറഞ്ഞു. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ പകലും രാത്രിയും ഒരേപോലെ അനുഭവപ്പെടുന്നത് അല്ലേ. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ചോദിക്കാതെ ഭൂമി ഭ്രമണം ചെയ്യുന്നത് എവിടെ നിന്നാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കൊതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് തിരിയുന്ന കാരണമാണ് സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്, പടിഞ്ഞാറാണ് അസ്തമിക്കുന്നത് നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെയാണല്ലോ. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 73 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതിനെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം എന്ന് വെച്ചാൽ എത്രയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ വേണ്ട സമയമാണ് അല്ലേ. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ വേണ്ട സമയത്തെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇതിനെയാണ് പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഭ്രമണം ചെയ്യുന്നുണ്ട്, സൂര്യൻ ഭ്രമണം ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ എന്താണ്? സൂര്യനെ വലം വയ്ക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുവാൻ ഭൂമിക്ക് 365.25 ദിവസമാണ് വേണ്ടിയത്. 365.25 ദിവസമാണ് ഭൂമിക്ക് സൂര്യനെ വലം വയ്ക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ പരിക്രമണം ചെയ്യുവാൻ വേണ്ട ആവശ്യമായ ദിവസം എന്ന് പറയുന്നത് അല്ലേ. ഇതിനൊരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എത്രയാണ്? 365.25 ദിവസം എന്ന് വെച്ചാൽ എത്രയാണ്? ഒരു വർഷമാണ്. ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഋതുക്കൾ അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്? ഭൂമിയുടെ പരിക്രമണമാണ്. രാത്രിയും പകലും അനുഭവപ്പെടുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണമായിരുന്നു. ഋതുക്കൾ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ പരിക്രമണമാണ്. ഓക്കെ ആണല്ലോ. ഇനി ഋതുക്കൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം അല്ലേ, മഴ, വെയിൽ, തണുപ്പൊക്കെ ഉണ്ടാകുന്നത് പല ഋതുക്കളാണ് അല്ലേ. ഇവിടെ പിക്ചറിൽ കാണുന്നുണ്ടല്ലേ, മഴക്കാലം നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ വേനൽക്കാലം നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ എന്താണ്? തണുപ്പ് അല്ലേ, തണുപ്പ് കാലം അല്ലേ, അത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വേനൽക്കാലത്ത് എന്താണ് സംഭവിക്കുന്നത്? ജലാശയങ്ങൾ വറ്റും, മഴക്കാലത്ത് പുഴകൾ നിറഞ്ഞൊഴുകുന്നു, മഞ്ഞുകാലത്ത് എന്താണ്? ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടായിരിക്കും. കേരളത്തിൽ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. കേരളത്തിൽ ഇങ്ങനെയാണ് അനുഭവപ്പെടുന്നത് അല്ലേ. കേരളത്തിൽ ഈ വിവിധ കാലങ്ങൾ ഇങ്ങനെ മഴക്കാലം, വേനൽക്കാലം അങ്ങനെയൊക്കെയാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിൽ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. അതായത് ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിന് ഏറ്റക്കുറച്ചിലുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഭൂമിയുടെ പരിക്രമണം അതുപോലെ തന്നെ സൗരോർജ്ജത്തിൽ ലഭിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് ഭൂമിയിൽ ഇങ്ങനെ ഋതുക്കൾ മാറി മാറി അനുഭവപ്പെടുന്നതിന് കാരണം. അതുപോലെ ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി ഭൂമിയുടെ ഭ്രമണം എന്ന് വെച്ചാൽ എന്താണ്? പരിക്രമണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അല്ലേ, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനാണ് ഭ്രമണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസം ഉണ്ടാകുന്നത്, പകലും രാത്രി മാറി മാറി ഉണ്ടാകുന്നത് ഭ്രമണം കാരണമാണ്. പരിക്രമണം എന്ന് വെച്ചാൽ സൂര്യനെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്നാണ് ഋതുക്കൾ ഉണ്ടാകുന്നത്. 365 ദിവസമാണ് ഒരു വർഷം എന്ന് പറയുന്നത്. ഇനി എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്? നമുക്കൊരു ഇത് നൽകിയിട്ടുണ്ടല്ലോ അല്ലേ, മഴ മൂലം ഫൈനൽ മത്സരം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി? ദിനാന്തരീക്ഷ സ്ഥിതിയിലുണ്ടായ മാറ്റം, അതായത് ഒരു ദിവസത്തിലുണ്ടാകുന്ന മാറ്റം മൂലമാണ് എന്ത് സംഭവിച്ചത്? ഈ ഫൈനൽ കളി മാറ്റിവെക്കാനായിട്ട് കാരണമായത്. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്.
ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. നിശ്ചിത സമയത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നുണ്ട്. നിശ്ചിത സമയത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവർക്ക് ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വെച്ചാൽ വെതറാണ്. ഒരു ദിവസത്തിൽ അനുഭവപ്പെടുന്ന ഒരു നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘമൊക്കെ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി എന്താണ് കാലാവസ്ഥ എന്ന് പറയുന്നത്? ദീർഘകാലമായ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയെയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ദീർഘകാലമായ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയപ്പെടുന്നത്. ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്നതാണ്. അതിൻ്റെ ഏവറേജ് ആണ് അല്ലേ. അന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ, ക്ലൈമറ്റ് എന്നറിയപ്പെടുന്നത്. ക്ലൈമറ്റും വെതർ എന്ന് വെച്ചാൽ എന്താണ് ഡിഫറെൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. ഇനി കാലാവസ്ഥയും ജനജീവിതവും. ഇത് നോക്കി ഇവിടെ എസ്.കെ. പൊറ്റക്കാട് എഴുതിയിട്ടുള്ളത് അല്ലേ. എസ്.കെ. പൊറ്റക്കാടിൻ്റെ പാതിരാസൂര്യൻ നാട്ടിൽ എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്നെടുത്ത മഞ്ഞു മൂടിയ പ്രദേശത്തിൻ്റെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഉറച്ച് കട്ടിയായി തീർന്ന തടാകങ്ങളുടെ മാറിലൂടെ ബസ്സിൽ ലോറിയും കാറും ഓടി തുടങ്ങും. സ്കീയിങ്, സ്കേറ്റിംഗ് തുടങ്ങിയ വിൻ്റർ സ്പോർട്സുകളുടെ ബഹളമായിരിക്കും ഓരോ മൂലയിലും. അപ്പോൾ അങ്ങനെ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ്.കെ. പൊറ്റക്കാടിൻ്റെ പാതിരാസൂര്യൻ നാട്ടിൽ എന്ന് പറയുന്ന ഒരു ജനജീവിതത്തെക്കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് അല്ലേ. അതായത് എന്താണ്, ഫുള്ള് മഞ്ഞ് മൂടിയിട്ടാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എന്താണ്, കുട്ടികളിൽ നല്ല ഉത്സാഹമാണ്. ഒരു 6 മാസക്കാലം നീണ്ട രാത്രികളാണ്. അതുപോലെ തന്നെ 6 മാസക്കാലം എന്താണ് നീണ്ട രാത്രികൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നീണ്ട പകലുണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ എന്താണ് പറയുന്നത് ഇവിടെ, വർഷത്തിൽ അധികകാലവും മഞ്ഞ് മൂടി കിടക്കുന്ന കാരണം തന്നെ നല്ല റോഡുകൾ വൃത്തിയാക്കുന്നതിനൊക്കെ നല്ല പണച്ചെലവ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു മഞ്ഞ് മൂടിയ ഒരു കാലാവസ്ഥയെ കുറിച്ചിട്ടാണ് അവിടെ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് പാതിരാസൂര്യൻ്റെ നാട് എന്ന് വെച്ചാൽ എന്താണ്? പാതിരാസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. പാതിരാസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? നോർവേ ആണ്. യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നോർവേ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്താണ്. വർഷത്തിൽ അധിക കാലവും മഞ്ഞു മൂടി കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, വർഷത്തിൽ കൂടുതലും മഞ്ഞു മൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ നോർവേ എന്ന് പറയുന്നത്. അവിടെ 6 മാസത്തോളം തുടർച്ചയായി പകലാണെന്നുണ്ടെങ്കിൽ 6 മാസം തുടർച്ചയായിട്ട് രാത്രിയായിരിക്കും അവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ പാതിരാസൂര്യൻ്റെ നാടെന്നറിയപ്പെടുന്നത് എന്തിനാണ്? നോർവേ തന്നെയാണ്. ജനവാസം കുറവുള്ള മഞ്ഞു മൂടി കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകൾ, രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത് എങ്ങനെയാണ്? തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകൾ, അതുപോലെ തന്നെ രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ്. ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ്. അപ്പോൾ ഇവിടുത്തെ തദ്ദേശീയരെ വിളിക്കുന്നതാണ് ഇന്യൂട്ട് എന്നാണ് അല്ലേ. ഇവർ വളർത്തുനായകൾ വലിക്കുന്ന ഈ പരന്ന സ്ലെഡ്ജുകളിൽ പോകുന്നതൊക്കെ ഇവിടുത്തെ സാധാരണ കാഴ്ചയാണ്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അപ്പോൾ 6 മാസം ശൈത്യമായ കാരണം ഇവർ ഇഗ്ലുവിലാണ് താമസിക്കുന്നത്. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. ഏതൊക്കെയാണ്? പന്നൽ, പായൽ എന്ന് പറയുന്നത് അതിശൈത്യത്തെ ജീവിക്കുന്ന സസ്യങ്ങളാണ്. തിമിംഗല, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം ചോദിക്കുകയാണെങ്കിൽ വേട്ടയാടലും മത്സ്യബന്ധനവുമാണ്. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി എന്നിവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. സസ്യവർഗ്ഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പന്നൽ, പായലാണ്. ഇഗ്ലുവിലാണ് ഇവർ താമസിക്കുന്നത്. ഇന്യൂട്ടുകൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പരന്ന സ്ലെഡ്ജുകളിൽ ഇതിലാണ് അവർ യാത്ര ചെയ്യാറ്. ഇനി ഇഗ്ലു എന്ന് പറയുന്നത് എന്താണ്? ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എസ്കിമോകൾ എന്ന് പറയുന്നത്. ഈ ഇന്യൂട്ടുകാരും എസ്കിമോകളും മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളെയാണ് ഇഗ്ലു എന്ന് പറയുന്നത്. അപ്പോൾ ഇന്യൂട്ടിനെ അറിയപ്പെടുന്നതാണ് എസ്കിമോകൾ എന്നാണ് അല്ലേ. ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളെയാണ് ഇഗ്ലു എന്ന് അറിയപ്പെടുന്നത്.
ഇനി നോക്കി ഇവിടെ മരുഭൂമിയുടെ ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ. ധ്രുവപ്രദേശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണ മരുഭൂമികൾ. വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. പകൽ എന്താണ് താപം കൂടുതലാണ്, രാത്രി താപം വളരെ കുറവുമാണ്. മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യം അനുഭവപ്പെടുന്നു. അപ്പോൾ ഈ മണലുള്ള അതായത് മരുഭൂമിയിൽ എന്താണ് പറയുന്നത്, നല്ല താപമാണ്, വരണ്ട കാറ്റാണ്, ജലദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവായിരിക്കും. ഉഷ്ണ മരുഭൂമികളിൽ കാലാവസ്ഥ ഇണങ്ങുന്ന ജീവിത രീതിയാണുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഓരോ ഭാഗത്തിലെ ഓരോ കാലാവസ്ഥയ്ക്ക് അനുയോജിച്ചിട്ടുള്ള ജീവിത രീതി ആയിരിക്കും ഉണ്ടായിരിക്കുക. തുടർച്ചയായ വരൾച്ച, മണൽക്കാറ്റുകൾ മരുഭൂമികളിലെ മറ്റ് സവിശേഷതകളാണ്. മരുഭൂമികളിലെ മറ്റ് സവിശേഷതകൾ ഏതൊക്കെയാണ്? തുടർച്ചയായ വരൾച്ച, അതുപോലെ തന്നെ മണൽക്കാറ്റുകളൊക്കെ. അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതയാണ്. അയഞ്ഞ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രമൊക്കെ മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ്. സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്ന മരുഭൂമികളിലെ സാധാരണ കാഴ്ചയാണ്. അപ്പോൾ ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒട്ടകങ്ങളെയാണ് അല്ലേ, ഒട്ടകങ്ങളെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സഞ്ചാരത്തിനായിട്ടും ചരക്ക് നീക്കത്തിനായിട്ടും. അപ്പോൾ നമ്മൾ മരുഭൂമി എന്തൊക്കെയാണ് പറഞ്ഞത്? രാത്രി താപം കുറവാണ്, പകൽ താപം കൂടുതലാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ വിശാലമായ മണൽപ്പരപ്പാണ്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, എന്തെയാണ് സഞ്ചാരം എന്ന് പറയുന്നത് ഒട്ടകത്തിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിനിണങ്ങുന്ന എന്താണ് വസ്ത്രധാരണ രീതിയാണ് അവരുടെ. അതുപോലെ തന്നെ അവിടെ ജലദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട്, കാരണം വെള്ളം ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? വരൾച്ചയുണ്ട്, മണൽക്കാറ്റുകളുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എങ്ങനെയാണ് വസ്ത്രധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയായിരുന്നു? അയഞ്ഞ വസ്ത്രങ്ങളും അതുപോലെ തന്നെ മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രമൊക്കെയായിരുന്നു അവർ ധരിച്ചിരുന്നത്. ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണുള്ളത്. ധ്രുവപ്രദേശങ്ങളിലെയും മരുപ്രദേശങ്ങളിലെയും ഭൗതിക വൈവിധ്യങ്ങൾ അവിടുത്തെ ജനജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്നും നമ്മൾ കണ്ടു അല്ലേ. ഒരു പ്രദേശത്തെ കൃഷി, തൊഴിൽ, ആഹാരം, വസ്ത്രധാരണ രീതി, വീട് നിർമ്മാണം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ കണ്ടു അല്ലേ. രണ്ട് മരുഭൂമിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എന്താണ് മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിലും ധ്രുവപ്രദേശങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് വ്യത്യാസം കണ്ടെത്തി അല്ലേ. എന്നാൽ മനുഷ്യരുടെ അശാസ്ത്രീയ ഇടപെടലുകൾ സ്വാഭാവിക പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി ലോകമെമ്പാടും ഇന്ന് കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി എന്താണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് വെച്ചാൽ? 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. എന്താണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം ഏതാണ്? ആ പ്രദേശത്തിൻ്റെ അന്തരീക്ഷ സ്ഥിതിയാണ് അല്ലേ. ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം ആ പ്രദേശത്തിന്റെ അന്തരീക്ഷ സ്ഥിതിയാണ്. അന്തരീക്ഷത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് വെച്ചാൽ എന്താണ്? അന്തരീക്ഷത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായിട്ട് കണക്കാക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയിൽ പതുക്കെ ഭയങ്കര സ്ലോലി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിലുണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് പ്രകൃതിയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത് നോക്കി ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ എന്താണ് മണ്ണിടിയുന്നതും അതുപോലെ തന്നെ എന്താക്കിയാൽ കാണപ്പെടുന്നത് നോക്കി വെള്ളപ്പൊക്കം ഉണ്ടായതൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഭൂമിയിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് അല്ലേ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിലെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ആഗോള താപനില ഉയരുന്നു, സമുദ്രനിരപ്പിലെ ഉയർച്ച, സുനാമി ദുരന്തങ്ങൾ, കാലം തെറ്റിയ മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിൽ, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൽ എന്നിവയ്ക്ക് എന്താണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായതാണ് അല്ലേ. ആഗോള താപനില ഉയരുന്നു, സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റിയ മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിൽ, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൽ.
അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. മനുഷ്യരുടെ അശാസ്ത്രീയമായ പല പ്രവർത്തനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നത് നോക്കി ഈ പിക്ചറിൽ കാണുന്നുണ്ടെങ്കിൽ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ, അതുപോലെ തന്നെ വനനശീകരണം അല്ലേ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മലിനീകരണം, അതുപോലെ തന്നെ ഫാക്ടറികളിൽ നിന്നൊക്കെ പുറത്തുവിടുന്ന പുക, അതുപോലെ തന്നെ കീടനാശിനി പ്രയോഗം അല്ലേ, എന്നിവയൊക്കെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് മനുഷ്യരുടെ ഇടപെടലുകൾ കാരണമാകുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളെയും പല വിധത്തിൽ ബാധിക്കുന്നുണ്ട്. പല ജീവജാലങ്ങളുടെയും വംശനാശത്തിന് ഇത് കാരണമാകുന്നു. പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും കാരണമാകുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിനെയാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹരിത കേരള മിഷൻ എന്ന് വെച്ചാൽ മണ്ണ്, ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവകൃഷി എന്നീ മേഖലകൾ ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരള മിഷന്റെ ശ്രദ്ധേയമായ പരിപാടികളാണ്. ഹരിത കർമ്മസേനയും പച്ചത്തുരുത്തൊക്കെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. മണ്ണ്, ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവകൃഷി എന്നിവയൊക്കെ ഹരിത കേരള മിഷനിലെ ഊന്നൽ നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്നതാണ്. മാലിന്യ സംസ്കരണം, ജൈവകൃഷി, മണ്ണ്, ജല സംരക്ഷണം എന്നീ മേഖലകളൊക്കെയാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് ഹരിത കേരള മിഷൻ. ഹരിത കർമ്മസേനയും പച്ചത്തുരുത്തും കൂടിയിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. നാം അധിവസിക്കുന്ന മനോഹരമായ ഭൂമി, അതിലെ വിഭവങ്ങളും വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിനാൽ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന വൻ വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു പോരണം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ആരംഭിക്കാം. അപ്പോൾ എന്തൊക്കെയാണ്? അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക, വനനശീകരണം തടയുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജൈവവള ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നൊക്കെ ഇതിൽ നിന്നും നമുക്ക് വ്യത്യാസമാക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.